ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡേസി മെറ്റീരിയൽ വെച്ചിട്ടൊരു മിനി ഫ്രോക്കാണ് കേട്ടോ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കറക്റ്റ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലി മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നത് 2 മീറ്റർ ഡേസി മെറ്റീരിയലും പ്ലെയിൻ നെറ്റ് 2 മീറ്ററും 1 മീറ്റർ കോട്ടൺ ലൈനിങ്ങും ആണ് കേട്ടോ. പിന്നെ എലാസ്റ്റിക്കും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മിനി ഫ്രോക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 മീറ്ററിൻ്റെ ഒരു പീസ് നമ്മൾ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫോൾഡ് ചെയ്തിട്ട് എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ആ കരഭാഗം കട്ട് ചെയ്യുന്നതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ടോട്ടലി നമ്മളെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. അപ്പോൾ 18 നിന്ന് 3 ഇഞ്ച് സ്റ്റാപ്പ് മൈനസ് ചെയ്താൽ 15 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ 1 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ അവർ ഫ്രില്ല് കയറ്റിയിടാനും കൂടെ മിനി ഫ്രോക്ക് ആകുമ്പോൾ വേണം. അപ്പോൾ ഒരു 16 ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഡേസി മെറ്റീരിയൽ 2 പീസ് 2 മീറ്ററിൽ 2 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് 16 ഇഞ്ചിൽ. അപ്പോൾ ടോട്ടലി 4 മീറ്റർ വന്നിട്ടാണ് നമുക്ക് ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് 4 മീറ്റർ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്ലെയിൻ നെറ്റും 2 മീറ്റർ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. എന്നിട്ട് കരഭാഗം നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ എങ്ങനെയാണ് ഫോൾഡ് ചെയ്തിടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു കരഭാഗം കട്ട് ചെയ്യുന്നതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചാണ്. ഇത് നമ്മൾ ലൈനിങ്ങിനോട് യോജിപ്പിച്ചിട്ടാണ് വെക്കുന്നത്. മറ്റേത് എക്സ്ട്രാ യോജിപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും നമ്മൾ 2 മീറ്ററിൻ്റെ 2 പീസ് ടോട്ടലി 4 മീറ്റർ ലെയർ ഫ്രില്ലിടാനും വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതാ 2 പീസും കട്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ അതാ ഡേസി മെറ്റീരിയലും 2 പീസ് ഉണ്ട്, പ്ലെയിൻ നെറ്റും 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കറക്റ്റായിട്ട് നമ്മൾ 16 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. 18 ഇഞ്ചാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ 1 ഇഞ്ച് കുറച്ച് കയറിക്ക് എടുക്കുന്ന രീതിയിലാണ് സ്റ്റാപ്പ് കുറച്ച് താഴോട്ടായിട്ടല്ലേ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലും 1 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ 15 ഇഞ്ച് സെക്കൻഡ് ലെയർ ആയിട്ടുള്ള പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്തിട്ടുള്ളത്. അതിന് നമ്മൾ ലൈനിങ് ആണ്, ക്രേപ്പ് ലൈനിങ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വിലങ്ങാണ് വെട്ടിയിട്ടുള്ളത്. അതും 15 ഇഞ്ചിൽ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ ക്രേപ്പ് ലൈനിങ്ങിൻ്റെ വീതി, ആ ഒരു വീതിനെയാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ലെങ്ത്തിന് അതിൽ നിന്നാണ് നമ്മൾ ലെങ്ത്ത് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വീതി അപ്പോൾ കരഭാഗം കറക്റ്റായിട്ട് അതിൽ വരുന്നുണ്ട്. പിന്നെ നമ്മളൊരു ബെൽറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ മിനി ഫ്രോക്കും ഞാൻ ഈ ഒരു രീതി തന്നെ ചെയ്യാം. 3 ഇഞ്ച് വിഡ്ത്തും 36 ഇഞ്ച് ലെങ്ത്തും 18 ഇഞ്ചാണ് ഒരു സൈഡ് വരിക. അപ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ആ ബെൽറ്റും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 18 ഇഞ്ചാണ് നമ്മളിതിൻ്റെ എലാസ്റ്റിക് കൊടുക്കുന്നത്. ആ ഒരു 18 ഇഞ്ച് തന്നെ നമ്മൾ ബെൽറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. 18 ഇഞ്ച് ഉദ്ദേശിച്ച് ഡബിളായിട്ട് മടക്കിയിട്ടാണ്. ടോട്ടലി 36 ഇഞ്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റാപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ ഒരു പീസ് 2 എണ്ണം എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിടുത്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൽ ഫ്രില്ലിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. ഡേസി മെറ്റീരിയലാണ് നമ്മൾ ഫ്രില്ല് കൊടുക്കുന്നത്. സ്ലീവിന് സ്റ്റാപ്പിലൊരു ഫ്രില്ല് കൊടുക്കുന്നുണ്ടല്ലോ, അത് 2 മീറ്റർ ലെങ്ത്ത് ഉണ്ട്, പിന്നെ 2 ഇഞ്ച് വിടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഡേസി മെറ്റീരിയലിൻ്റെ ആക്കവും പുറവും നോക്കിയിട്ട് നല്ല വശം വെച്ചിട്ട് ഒന്ന് ജോയിൻ ചെയ്തിട്ട് എടുക്കുക ആദ്യം. എന്നിട്ട് നമ്മൾ 1 ഇഞ്ച് ഏകദേശം 3/4 ഇഞ്ച് കയറ്റി വെച്ചിട്ട് ഫ്രില്ലിട്ടെടുക്കണം കേട്ടോ. 3/4 ഇഞ്ചിലൊരകലത്തിൽ ഫ്രില്ലിട്ടിട്ട് വെക്കുക. 1 ഇഞ്ച് ഒന്നും എടുക്കണ്ട, 3/4 ഇഞ്ചിൻ്റെ താഴേക്ക് വരരുത്. മുകളിലേക്ക് പോയാലും കുഴപ്പമില്ല, താഴേക്ക് വരരുത്. അപ്പോഴാണ് ആ ഒരു ഫ്രില്ല് ഭംഗിയുണ്ടായിട്ട് കാണാം. അപ്പോൾ ഇതും നമ്മൾ പ്ലെയിൻ നെറ്റ് നമ്മളൊന്ന് യോജിപ്പിച്ചിട്ട് സാധാ ലൈനിങ്ങിനോട് യോജിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രില്ലിട്ടെടുക്കുക. ലൈനിങ്ങും അതേപോലെ തന്നെ 2 കരയും ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം സാധാ നമ്മൾ ഫ്രില്ലിട്ടെടുക്കുമല്ലോ. 18 ഇഞ്ച് ഒരു വശം 18 ഇഞ്ച് വരണം, ആ ഒരു രീതിയിൽ ഫ്രില്ലിട്ടെടുക്കണം 3 പീസസും. ഓക്കെ, ഇത് നമ്മൾ സാധാ ഫ്രില്ല് തന്നെയാണ് കേട്ടോ. 36 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് 36 ഇഞ്ച് ഫ്രില്ലിൻ്റെ അകലം കിട്ടണം. ഈ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 36 ഇഞ്ച് കിട്ടണം. അപ്പോൾ ഡബിളായിട്ട് എടുക്കുമ്പോൾ 18 ഇഞ്ച്. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ ആ കറക്റ്റ് 18 ഇഞ്ച് തന്നെ ഡബിളാക്കി പിടിച്ചാൽ ടോട്ടലി 36 ഇഞ്ച് ലെങ്ത്ത് തന്നെ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അരവണ്ണല്ല, ചെസ്റ്റ് മെഷർമെൻറ്റാണ് ഇത് നമ്മൾ ഇതിൽ നിന്ന് വെക്കുന്നത്. മിനി ഫ്രോക്കിൽ ഈ ഒരു സ്റ്റിച്ച് വരുന്നത് ചെസ്റ്റ് ഭാഗത്തോട്ടായിട്ടാണല്ലോ. അപ്പോൾ 3 പീസസ് നമ്മൾ ആ കറക്റ്റ് 18 ഇഞ്ച്
ഫ്രില്ലിട്ടെടുത്തു. ഇനി ലൈനിങ്ങും പ്ലെയിൻ നെറ്റും കൂടെ ആദ്യം കൂട്ടി യോജിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത്. ആ ഒരു ഫ്രില്ലിട്ട ഭാഗം തമ്മിൽ കൂട്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് അതാ 2 ഫ്രില്ലും കൂടെ കൂട്ടിയെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ ബെൽറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ബെൽറ്റ് നമ്മൾ 1/2 ഇഞ്ച് മടക്കിയിട്ട് ഒരു മടക്ക് മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നല്ല പീസിൻ്റെ നമ്മൾ ആ പീസിൽ മെയിൻ നല്ല വശം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾവശത്തേക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 1/2 ഇഞ്ച് ഞാൻ പറഞ്ഞല്ലോ ഒന്നും മടക്കി തയ്ച്ചു കൊടുക്കണം. ആ ഒരു ഭാഗം വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് നല്ല ഫിനിഷ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പീസ് വെച്ചിട്ട് അതിൻ്റെ അരികുവശത്ത് കൂടെ വേണം നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ആ ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പ് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ശരിക്കും നമ്മളെ മിനി ഫ്രോക്ക് വരിക. അപ്പോൾ ഇതാ 2 സ്റ്റിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ആദ്യം ഒരു സ്റ്റിച്ച് അരികത്ത് കൂടെ വെച്ചിട്ട് പിന്നെ ആ ഒരു ബെൽറ്റിൻ്റെ എൻഡ് വശം ഉണ്ടല്ലോ ഒരു 3/4 ഇഞ്ചിൻ്റെ ഒരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ടാകും. ആ ഒരു ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടെ നല്ലോണം പതിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. 3/4 ഇഞ്ച് കറക്റ്റാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് 1/2 ഇഞ്ച് എലാസ്റ്റിക്കാണ് നമ്മൾ അതിലൂടെ കോർത്തെടുക്കാൻ പോണത്. നമ്മളതിൻ്റെ താഴ്വശ ലൈനിങ്ങിൻ്റെ കരഭാഗം കൂടെ നമ്മൾ കൂട്ടി തയ്ച്ചിട്ട് മടക്കി തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എലാസ്റ്റിക് ഒരു 18 ഇഞ്ച് പക്ക കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 17 കിട്ടേണ്ടത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകൂട്ടാ കറക്റ്റായിട്ട് തന്നെ. അപ്പോൾ 18 ഇഞ്ച് എലാസ്റ്റിക്കും നമ്മൾ കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലൈനിങ്ങിൻ്റെ ഉൾവശത്ത് കൂടെ ഒന്ന് കോർത്തെടുക്കുക. നമ്മൾ മുമ്പ് മിനി ഫ്രോക്ക് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും ചെറിയ ചെറിയ ഡിഫറൻസും കാര്യങ്ങളൊക്കെ ചെറിയ ആളുകൾക്ക് കൺഫ്യൂഷനൊക്കെ വന്നിട്ടുണ്ടാകും. അപ്പോൾ ഒന്നും കൂടെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കോർത്തിട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കോർത്തെടുക്കുമ്പോൾ അങ്ങേ വശത്തേക്ക് വലിഞ്ഞ് പോരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു പിൻ കുത്തിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വലിക്കുന്ന ടൈമിൽ അവിടെ നിങ്ങോട്ട് വലിഞ്ഞു പോരും. അപ്പോൾ നമുക്ക് 2 പണി എടുക്കേണ്ടി വരും. അതൊക്കെയാണ് ഈ ഒരു സംഭവത്തിൽ ഭയങ്കര ടാസ്ക്. അപ്പോൾ ഇതാ 2 വശം ഒന്ന് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ലൈനിങ്ങും അതിൻ്റെ തൊട്ടടുത്ത് ഫിറ്റ് ചെയ്തിരിക്കണ ഫസ്റ്റ് ലെയർ ഉണ്ടല്ലോ, ഫസ്റ്റ് ലെയർ അങ്ങോട്ട് ഉൾവശത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം ആ ഒരു ലൈനിങ്ങും പ്ലെയിൻ നെറ്റും മാത്രം വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം മാത്രം നമ്മൾ രണ്ടാമത് ഈ ഒരു പീസ് ആ ഒരു സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ഭാഗത്തുനിന്ന് ഉള്ളിലേക്ക് തുമ്പിനെ പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മളെ ബോഡി സ്റ്റാപ്പ് മാത്രമേ ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ മിനി ഫ്രോക്കിൻ്റെ 90% മുകളിലുള്ള പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ 2 സ്റ്റാപ്പ് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളതിൻ്റെ ടോട്ടലി ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു 9.5 വരും കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ശരിക്കും പിടിച്ചാൽ 9.5 തന്നെ വരും. അപ്പോൾ ഒരു 4.5 9 വരും. അപ്പോൾ 4.5ൻ്റെ ആ ഒരു വശം 2 വശവും വെച്ചിട്ടൊന്ന് സെൻറ്റർ പോയിൻ്റ് അടയാളപ്പെടുത്തുക. സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 2 വശത്തേക്കും 2 ഇഞ്ച് വീതം അടയാളപ്പെടുത്തിയിട്ട് ആ ഒരു 2 ഇഞ്ചിൻ്റെ ഉള്ളിലായിട്ട് വേണം ആ മാർക്കിനെ നമ്മൾ സ്റ്റാപ്പിൻ്റെ സെൻറ്റർ പോർഷനിൽ വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ 2 വശത്തേക്കും 2 ഇഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ കറക്റ്റ് ആ ഒരു ബോട്ടം പാർട്ടിൻ്റെ സെൻറ്ററിന് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് 2 വശത്തേക്ക് 2 ഇഞ്ച് വീതം വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതിലെ സ്റ്റാപ്പ് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചെടുക്കാനുണ്ട്. പിന്നെ അതുപോലെ സെൻറ്ററിൽ കൂടെ നമ്മൾ ഫ്രില്ലിട്ട് എടുക്കുകയാണ് കേട്ടോ ഈ വർക്ക് പീസിനെ. അപ്പോൾ ഒരു ഫ്രില്ല് വീതമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വർക്ക് പീസ് ആയതുകൊണ്ട് തന്നെ നല്ല തിക്കിൽ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഒരൊറ്റ പീസേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആ അടയാളപ്പെടുത്തിയ സെൻറ്റർ പോർഷനിൽ 2 വശത്തേക്കും 2 ഇഞ്ച് അടയാളപ്പെടുത്തിയല്ലോ. അപ്പോൾ ആ ഒരു 2 ഇഞ്ചുമ്മ വെച്ചിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഫ്രോക്കിൻ്റെ പണിയൊക്കെ തീർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ ഒരു മിനി ഫ്രോക്കിന് ആർക്ക് ചെയ്യാനും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസും ഡീറ്റെയിൽസും അതുപോലെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാമായിട്ട് നമുക്ക് വീണ്ടും കാണണം. അതുവരേക്കും എല്ലാവരോടും ബൈ.